Friends, today we are going to discuss the regulation of thyroid hormone secretion and the applied physiology part. So, as you all know, thyroid is controlled by the anterior pituitary hormone, namely TSH, thyroid stimulating hormone. And this thyroid stimulating hormone, which is secreted by the anterior pituitary, is under the control of hypothalamus. As we have already discussed the details in the hypophyseal axis, that portal system, etc. So, the regulation of thyroid hormone secretion. TSH from the anterior pituitary gland increases the thyroid secretion and also known as തൈറോട്രോപ്പിൻ. നമ്മൾ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന പോലെ തന്നെ തൈറോയിഡിന് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ് തൈറോട്രോപ്പിൻ എന്ന് പറയും. ആൻഡ് ഈസ് എൻ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഇൻക്രീസസ് ദ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ആൻഡ് ട്രൈഐഡോതൈറോണിൻ ബൈ ദ തൈറോയിഡ് ഗ്ലാൻഡ്. ഇനി എഫക്ട്സ് ഓഫ് ടി എസ് എച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ ലിപ്പോലൈസിസ് ഓഫ് തൈറോഗ്ലോബുലിൻ. നമ്മൾ സിന്തസിസ് ഓഫ് തൈറോയിഡിൽ പഠിച്ചു. അതിനകത്ത് ആ അയോഡിനെ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് അത് സ്റ്റോർ ചെയ്തിട്ട് അതിനെ പല ഫോംസിലുണ്ടായിട്ട് അതിനെ സ്റ്റോർ ചെയ്യുന്നത് എന്തിനാണ്? തൈറോഗ്ലോബിന്. അപ്പോൾ അതിൻ്റെ റിലീസിൻ്റെ സമയത്ത് എന്താ ചെയ്യുന്നത്? മൊത്തം തൈറോഗ്ലോബിലിനെ അല്ല റിലീസ് ചെയ്യുന്നത്. അതായത് ദാറ്റ് പോർഷൻ ഈസ് ബീങ് ക്ലീവ്ഡ് ഫ്രം ദ തൈറോഗ്ലോബിൻ്റെ ആ T4ൻ്റെയും T3യുടെയും സെഗ്മെൻറ്റ് ക്ലീവ് ചെയ്തെടുക്കുകയാണ്. എൻസൈംസ് അതിനെ ക്ലീവ് ചെയ്തെടുത്തിട്ട് അതിന് സൊല്യൂഷൻ അത് കൊടുക്കുകയാണ്, സർക്കുലേഷനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോട്ടിയോലൈസിസിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ഇത് ആക്സലറേറ്റ് ചെയ്യും. Increased proteolysis of thyroglobulin that has already been stored in the follicles and releasing the thyroid hormone into the circulating blood and diminishing the follicular substance. നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് തൈറോയ്ഡ് സിന്തസിസിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് അയോഡിൻ. അപ്പോൾ അതിന് അയോഡിന് നമുക്ക് ഫുഡിന് ഡൈജസ്റ്റ് ചെയ്ത ഫുഡിന് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ തൈറോയ്ഡ് സിന്തസിസ് ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു തൈറോയ്ഡ് പമ്പ് യൂസ് ചെയ്തല്ല, ഒരു അയോഡിൻ പമ്പ് യൂസ് ചെയ്യും. എന്താണ്? സിംപോർട്ടറാണ്. എന്താണ്? സോഡിയം അയോഡിൻ സിംപോർട്ടർ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോഡൈഡ് പമ്പ്. ആ പമ്പിങ് അത് പറഞ്ഞു അയോഡൈഡ് പമ്പ്. So increased activity of the iodide pump which increases the rate of iodine tapping in the glandular cells, sometimes increasing the ratio of intracellular to extracellular iodide concentration in the glandular substance to as much as 8 times normal. അപ്പോൾ രണ്ട് മെത്തേഡ്സാണ് TSH എടുക്കുന്നത്. ഒരെണ്ണം ഇൻക്രീസിങ് ഓഫ് ദ പ്രോട്ടിയോലൈസിസ് ഓഫ് ദ തൈറോഗ്ലോബുലിൻ, അതായത് സെക്രീഷൻ, അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അത് ഇൻവോൾവ് ചെയ്യുന്ന അതിൻ്റെ സിന്തസിസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ സിന്തസിസിലാണ്. ഒരിടത്ത് അത് റിലീസിൽ ആക്ട് ചെയ്യും, മറ്റേത് അതിൻ്റെ സിന്തസിസ്. അതായത് റിലീസും കൂട്ടും, അതേസമയം അതിൻ്റെ പ്രൊഡക്ഷനും കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും വൈറ്റലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്, ഒരു എൻസൈമായിരുന്നു ആ ഒരു പമ്പ്. അതാണ് സോഡിയം അയോഡൈഡ് സിംപോർട്ടർ. അതിനെ പറയുന്നതാണ് അയോഡൈഡ് പമ്പ്. Then third one, increase the iodination of tyrosine to form the thyroid hormone, increase the size and increase the secretory activity of the thyroid cells, then increase the number of thyroid cells plus a change from cuboidal to columnar cells and much infolding of thyroid epithelium into the follicles. അതൊരു ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വതവേ തൈറോയിഡൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യൂബോയിഡൽ എപ്പിത്തീലിയാണ്. പക്ഷേ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുമ്പോൾ അതിൻ്റെ ആ എപ്പിത്തീലിയത്തിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും. ദാറ്റ് ചേഞ്ചസ് ഫ്രം ക്യൂബോയിഡൽ ടു കൊളംനാർ സെൽസ്. കൊളംനാർ സെൽസ് എന്ന് പറഞ്ഞാൽ കോളംസ് ആണ്. അത് കൂടുതൽ നമ്പർ ഓഫ് ഇൻഫോൾഡിങ്സ് ഉണ്ടാക്കും. മച്ച് ഇൻഫോൾഡിങ് ഓഫ് തൈറോയിഡ് എപ്പിത്തീലിയം ഇൻ ടു ദ ഫോളിക്കിൾസ്. ദെൻ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ എന്ന് പറയുന്നത് TSH ആണ്. ആ TSHനെ കൺട്രോൾ ചെയ്യുന്നത് തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് സെക്രീറ്റഡ് ബൈ ദ നെർവ് എൻഡിങ്സ് ഇൻ ദ മീഡിയൻ എമിനൻസ് ഓഫ് ഹൈപ്പോതലാമസ്. അത് നമ്മൾ ആ പോർട്ടൽ സിസ്റ്റം പറഞ്ഞാണ് ഫ്രം ദ മീഡിയൻ എമിനൻസ്. അത് ആ പോർട്ടൽ സിസ്റ്റത്തിലൂടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലെത്തും. അങ്ങനെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പിന്നെ ഗ്ലാൻഡിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആണ് ചോദിക്കുന്നത് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ്, ഇനി ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ഇതാണ് ഹയർ ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്കൊരു ഫീഡ്ബാക്ക് മെക്കാനിസം, അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞാണ് എല്ലാ ഹോർമോൺസിനും ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം. അതായത് ഈ ഹോർമോൺ ബ്ലഡിൽ സർക്കുലേഷൻ ലെവലിൽ ബ്ലഡിനകത്ത് കൂടുതലാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാം? ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതായിരിക്കും? TSH ആണ്. അപ്പോൾ അത് നേരെ പോയിട്ട് TSHൻ്റെ സ്റ്റിമുലേഷൻ കുറയ്ക്കും. വൺസ് ഇതിൻ്റെ ലെവൽ കുറവാണ് സർക്കുലേഷനകത്ത് എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ലോ ലെവൽസ് എന്ത് ചെയ്യും? TSHനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് TSH കൂടുക എന്ന് പറയുന്ന കണ്ടീഷൻ ഏത് കണ്ടീഷനിലാണ് ഉണ്ടാവുക? ഹൈപ്പോതൈറോയിഡിസത്തിലാണ്. അത് ഹൈപ്പോതൈറോയിഡിസത്തിലല്ല TSH കൂടുക. TSH കൂടുന്ന കണ്ടീഷൻ എപ്പോഴും ഹൈപ്പോതൈറോയിഡിസം. TSH കുറയുക, അത് ഈവൻ അപ് ടു 0 വരെ ആവുന്ന കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം.
നമ്മൾ ഹൈപ്പർ തൈറോയിഡ്സ് അല്ലേ, അപ്പോൾ TSH കൂടുതലാണ് അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. ഹൈപ്പർ തൈറോയിഡ്സത്തിൽ TSH കുറയുകയാണ് ചെയ്യുക, ഹൈപ്പോ തൈറോയിഡ്സത്തിൽ TSH അതിന് വേണ്ടി കൂടും. Feedback effect of thyroid hormone to decrease the anterior pituitary secretion of TSH. Increased thyroid hormone in the body fluids decreases the secretion of TSH by the anterior pituitary. It is probable that increased thyroid hormone inhibit the anterior pituitary secretion of TSH mainly by the direct effect on anterior pituitary gland itself. ഇനി അടുത്ത ഇത്രയേ ഉള്ളൂ എൻ്റെ റെഗുലേഷൻ, വളരെ ഷോർട്ടാണ്. നമ്മൾ ആ പറഞ്ഞ തൈറോയ്ഡ് എസ്സേ ചോദിക്കുന്ന നേരം ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ചോദിക്കാം. നെക്സ്റ്റ് ഇത് വരുന്നത് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനത് പല പല ടോപ്പിക്സാണ്, അത് ഓരോന്നും ഇമ്പോർട്ടൻ്റ്. അതായത് ഇപ്പോൾ ഡിസീസസ് ഓഫ് തൈറോയ്ഡ് 2 ടൈപ്പ് ഉണ്ട്. എന്താ, ഹൈപ്പർ തൈറോയ്ഡ് ആവാം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയ്ഡ് ആവാം. പിന്നെ ഇതിനകത്ത് ഹൈപ്പർ തൈറോയിഡ്സിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഗ്രേവ്സ് ഡിസീസ് പറയും. പിന്നെ ഹൈപ്പോ തൈറോയ്ഡ് പറയുമ്പോൾ നമ്മൾ ഗോയിറ്ററിനെ കുറിച്ച് പറയും. പിന്നെ ക്രെറ്റിനിസത്തിനെ പറ്റി പറയും, മെക്സിഡിമേനെ പറ്റി പറയും. അപ്പോൾ ഈ ക്രെറ്റിനിസം, ഈ മെക്സിഡേമയും എല്ലാം തന്നെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡോക്രൈനോളജിന് 3 മാർക്ക് ക്വസ്റ്റ്യനും ഒരു എസ്സേ ക്വസ്റ്റ്യൻ, 2 3 മാർക്ക് ക്വസ്റ്റ്യനും ഒരു എസ്സേ ക്വസ്റ്റ്യനും വരും. സോ ഡിസീസ് ഓഫ് തൈറോയിഡ്, ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിംറ്റംസും നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഓഫ് തൈറോയിഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ എന്താണോ ഫംഗ്ഷൻ അതെല്ലാം എക്സാജറേറ്റ് ചെയ്യുന്ന കണ്ടീഷനായിരിക്കും ഹൈപ്പർ തൈറോയിഡിസം. ആ ഫംഗ്ഷൻസ് എല്ലാം ഡിമിനിഷ് ചെയ്യുന്ന കണ്ടീഷൻസ് ആയിരിക്കും ഹൈപ്പോ തൈറോയിഡിസം. ലൈക്ക് ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം അപ്പോൾ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഇൻക്രീസസ് ദ മെറ്റബോളിക് റേറ്റ്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡ്സ് ആകുമ്പോൾ ഇൻക്രീസ് മെറ്റബോളിക് റേറ്റ്. അപ്പോൾ മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന സിംറ്റംസ് ലൈക്ക് ബോഡി ടെമ്പറേച്ചർ കൂടാം, ഹാർട്ട് റേറ്റ് കൂടാം, പൾസ് റേറ്റ് കൂടാം, മസിലിൻ്റെ ആക്ടിവിറ്റി കൂടാം, ട്രമർ, എല്ലാം ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഹൈപ്പർ തൈറോയിഡിസം. കോസസ് ഓഫ് ഹൈപ്പർ തൈറോയിഡിസം, അതിനകത്ത് പലതരം കോസസ് ഉണ്ട്. അതിന് വരുന്നതാണ് ടോക്സിക് ഗോയിറ്റർ, തൈറോടോക്സിക്കോസിസ് ആൻഡ് ഗ്രേവ്സ് ഡിസീസ്. മെയിനായിട്ട് വരുന്നത് ഗ്രേവ്സ് ഡിസീസാണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പോൾ നമ്മൾ ബ്ലഡ് എടുക്കുമ്പോൾ പറഞ്ഞാണ് എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. സം ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് അവർ സെൽഫ് ഓൾസോ. നമ്മുടെ സെൽഫിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്നിട്ട് അത് നമ്മുടെ ബോഡി തന്നെ ഡിസ്ട്രക്റ്റിംഗ് അവർ സ്ട്രക്ചേഴ്സ്. നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ അത് ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ. സോ Graves' disease is the most common form of hyperthyroidism. അപ്പോൾ which is the most common form of hyperthyroidism എന്ന് ചോദിച്ചാൽ goiter അല്ല. That is which is the most common form of hyperthyroidism, that is Graves' disease. Graves' disease മാത്രം 3 മാർക്കിനൊക്കെ ചോദിക്കും. So Graves' disease is an autoimmune disease in which the antibodies called thyroid stimulating immunoglobulin form against the THS receptor in the thyroid gland. തൈറോയ്ഡ് ഗ്ലാൻഡിലുള്ള റിസപ്റ്റേഴ്സിനകത്ത് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ പോയി അറ്റാച്ച് ചെയ്യുന്നത്. ദെൻ these antibodies bind with the same membrane receptors that bind the TSH and induces continual activation of the cyclic AMP system of the cells with the resultant development of hyperthyroidism. അങ്ങനെയാണ് അതിനെ ആ റിസപ്റ്ററിനെ കണ്ടിന്യൂസ്ലി ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പോയി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ സെക്രീഷൻസ് കൂടുകയും അങ്ങനെ ഹൈപ്പർതൈറോയിഡിസം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. The high level of thyroid hormone secretion caused by the thyroid stimulating immunoglobulin in turn suppresses the anterior pituitary hormone for anterior pituitary formation of TSH. അത് നമ്മൾ പറഞ്ഞു ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ള പേഷ്യൻറ്റിനകത്ത് TSHൻ്റെ ലെവൽ കുറവായി. ഇത് മേ ബി ഓൾമോസ്റ്റ് സീറോ വരെ പോകാം. Therefore, TSH concentrations are less than normal and often essentially zero rather than enhanced in almost all patients with Graves' disease. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൽ TSH ലെവൽ കുറവായിരിക്കും. ഹൈപ്പോ തൈറോയിഡിസം വെച്ചാൽ തൈറോയിഡ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡീനെ മാക്സിമം സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഹാസ് ടു ബി സെക്രീറ്റഡ് ഇൻ എക്സസ്. എന്നാൽ മാത്രമേ നമുക്ക് തൈറോയിഡിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷനകത്ത് TSHൻ്റെ വാല്യൂസ് കൂടുതലായിരിക്കും. ദെൻ ദ സിംറ്റംസ് ഓഫ് ഹൈപ്പർതൈറോയിഡിസം, നേരത്തെ ഫിസിയോളജിയിൽ പറഞ്ഞ സാധനത്തിൻ്റെ എല്ലാം എക്സാജറേറ്റഡ് ആയിരിക്കും. അതായത് ഹൈ റേറ്റ് ഓഫ് എക്സൈറ്റബിലിറ്റി, മെൻ്റൽ എക്സൈറ്റബിലിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സിനാപ്സിസിലൊക്കെ ഉണ്ടാകുന്ന ഹൈപ്പർ എക്സൈറ്റബിൾ ആണ്, നെർവ്സ് എല്ലാം ഹൈപ്പർ എക്സൈറ്റബിൾ ആയിട്ടുള്ള സ്റ്റേജസ് ആണ്. സോ ആങ്സൈറ്റി, ന്യൂറോസിസ് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. സ്ലീപ്ലെസ്നെസ് എക്സെട്ര. A high state of excitability, intolerance to heat, increased sweating and mild to extreme weight loss. പറഞ്ഞല്ലോ, ഫാറ്റ് സ്റ്റോറേജ് എടുക്കുവാണ്, ഫാറ്റിൻ്റെ മെറ്റബോളിസം നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഈ വെയിറ്റ് ലോസ് വരുന്നത്. ദെൻ വേരിയൻ ഡിഗ്രി ഓഫ് ഡയറിയ,
അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സെക്രീഷൻ കൂട്ടുന്നുണ്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മൂവ്മെൻറ്റും കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഹൈപ്പത്തൈറോയിഡ്സിൽ ഡയറി വരും. മസിൽ വീക്ക്നെസ്, മസിലിന് വീക്ക്നെസ് എന്ന് വെച്ചാൽ മസിൽ ഫറ്റീഗാണ്. അതായത് ആദ്യം പ്രോട്ടീൻ്റെ ഭയങ്കര മെറ്റബോളിസം ആയിരിക്കും, പിന്നെ അത് ലാക്റ്റിക് ആസിഡ്, അങ്ങനെ പല മെറ്റബോളിക് എൻഡ് പ്രൊഡക്ട്സ് നിന്നുകൊണ്ട് മസിൽസ് ഫറ്റീഗിലേക്ക് ആവുന്നതുകൊണ്ട് മസിൽ വീക്ക്നെസ്, നെർവസ്നെസ് ഓർ സം സൈക്കിക് ഡിസോർഡേഴ്സ്, എക്സ്ട്രീം ഫറ്റീഗ് ബട്ട് ഇന്നബിലിറ്റി ടു സ്ലീപ്പ്. ഫറ്റീഗ് ഉണ്ടാവും പക്ഷേ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, കാരണം ഹൈപ്പർ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും മൈൻഡിൽ. ദെൻ ട്രെമർ ഓഫ് ഹാൻഡ്സ്. ക്ലിനീഷ്യൻസ് ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനാണ് ട്രെമർ ആൻഡ് ഹാർട്ട് റേറ്റ്. നേരത്തെ പറഞ്ഞാണ്. ഇതാണ് ഗ്രേവ്സ് ഡിസീസിൽ നമ്മൾ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രസൻറ്റേഷനാണ്. എന്താണ് എക്സോഫ്താൽമോസിസ് എന്ന് വെച്ചാൽ ഈ ഐബോൾസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഉരുണ്ട് നിൽക്കുന്ന ആ കണ്ണുകളിലുള്ള ആൾക്കാരിനെ നമ്മൾ പറയും എക്സോ എന്ന് പറഞ്ഞാൽ തന്നെ പുറത്തേക്കുള്ള. ഓഫ്താൽമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് പുറത്തേക്ക് നിൽക്കുന്ന അവസ്ഥ, എക്സോഫ്താൽമോസിസ്. അപ്പോൾ എക്സോഫ്താൽമോസിസിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈറോയിഡിൻ്റെ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആക്ട് ചെയ്തിട്ട് തൈറോയിഡിന് ഇൻഫ്ലമേഷൻ സംഭവിക്കും. അതിൻ്റെ ആ ഭാഗത്തുണ്ടാകുന്ന ഫാറ്റ് ടിഷ്യൂസും മറ്റ് അതിനെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ബോളിനെ സപ്പോർട്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ലോസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ബൾജ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. കാരണം ഐബോളിനെ അതേ പൊസിഷനിൽ നിർത്താൻ അതിന് അങ്ങനത്തെ ഫാറ്റും അവിടെ അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ ഈ ആൻറ്റിബോഡീസ് ഇതിനെല്ലാം ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ആ നോർമൽ സപ്പോർട്ട് നഷ്ടപ്പെടുകയും ഈ ഐബോൾ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അതാണ് ഗ്രേവ്സ് ഡിസീസിൽ കാണുന്നത്. മറ്റ് പല ചില ഡിസീസിലും എക്സോഫ്താൽമോസിസ് ഉണ്ടാവാം. എല്ലാ എക്സോഫ്താൽമോസിസും ഗ്രേവ്സ് ഡിസീസ് ആവണമെന്നില്ല. നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ്. Hypothyroidism, like hypothyroidism, is often initiated by autoimmunity against the thyroid gland. ആ തൈറോയ്ഡ് ഗ്ലാൻഡിന് ഓട്ടോ ഇമ്മ്യൂണായിട്ട് ആക്ട് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാകുന്നതാണ് ഈ ഹൈപ്പോതൈറോയിഡിസം. അങ്ങനെ വരുന്ന ഒരു ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹാഷിമോട്ടോസ് ഡിസീസ്. ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം, ഹാഷിമോട്ടോസ് ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പോതൈറോയിഡിസം. ബട്ട് ഇൻ ദിസ് കേസ് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസ്ട്രോയ്സ് ദ ഗ്ലാൻഡ് റാദർ ദാൻ ഇറ്റ് സ്റ്റിമുലേറ്റ്സ്. അപ്പോൾ ഗ്രേവ്സ് ഡിസീസിൽ എന്താ സംഭവിക്കുന്നത്? ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആ റിസെപ്റ്ററിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് സ്റ്റിമുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ സൈക്ലിക് AMP സിസ്റ്റം ആക്ടിവേറ്റ് ആവും, എക്സസീവായിട്ട് ഈ ഹോർമോൺസ് ലെവൽസ് കൂടുകയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻറ്റിബോഡീസ് എന്താണ് ആക്ട് ചെയ്യുന്നത്? ദേ ഡിസ്ട്രോയ് ദ ഗ്ലാൻഡ് റാദർ ദാൻ സ്റ്റിമുലേറ്റിംഗ് ഇറ്റ്. ആ ഗ്ലാൻഡിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമുക്ക് ഗോയിറ്റർ കാണുന്നത്. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ ഗോയിറ്റർ? ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡ്സ് എന്നല്ല അർത്ഥം. മിയർ എ സ്വെല്ലിംഗ് ഓഫ് ഗ്ലാൻഡിന് നമ്മൾ പറയുന്ന വേർഡാണ് ഗോയിറ്റർ. ഈ തൈറോയിഡിൻ്റെ സ്വെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു സൈന് പറയുന്നതാണ് ഗോയിറ്റർ. അല്ലാണ്ട് ഹൈപ്പർ തൈറോയിഡ്സിൻ്റെ സിനോണിമായിട്ട് ഒരിക്കലും ഗോയിറ്റർ അല്ല. ഗോയിറ്റർ അതിൻ്റെ സിനോണിമായിട്ടുള്ള ടേം അല്ല. ഈ സ്വൊള്ളൻ ഗ്ലാൻഡ്സിന് നമ്മൾ പറയുന്ന വേർഡാണ് ഗോയിറ്റർ. The thyroid gland of most of these patients first demonstrate autoimmune thyroiditis, which means thyroid inflammation. ഇങ്ങനെ autoimmune thyroiditisൻ്റെ ഒരു എക്സാമ്പിളാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. Associated with the development of enlarged thyroid gland called thyroid goiter. As described in the following section, endemic colloid goiter caused by dietary iodide deficiency. The term goiter means greatly enlarged thyroid gland. നമുക്ക് ഈ ഗോയിറ്റർ തന്നെ പലതരം ഗോയിറ്റർ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് കൊളോയിഡ് ഗോയിറ്റർ എന്ന് പറയും. കൊളോയിഡ് ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊളോയിഡ് എക്സസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അതിൻ്റെ ഫോളിക്കിൾസിൽ നിന്ന് ഒത്തിരി കൊളോയിഡ്സ് സെൽസിൽ നിൽക്കുക, അങ്ങനെ ഈ ഗ്ലാൻഡിൽ കൊളോയിഡ്സ് കളക്ട് ചെയ്തിട്ട് ഒരു ബൾജ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടീഷൻ, അതാണ് കൊളോയിഡ് ഗോയിറ്റർ എന്ന് പറയുക. ഇത് തന്നെ പിന്നെ ഈ കൊളോയിഡ് ഗോയിറ്റർ തന്നെ എൻഡമിക് ഗോയിറ്റർ എന്ന് പറയും. എൻഡമിക് ഗോയിറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏരിയാസിൽ നമുക്ക് എന്തായിരിക്കും അവരുടെ സോയിൽ ഡെഫിഷ്യൻ്റ് ഇൻ അയോഡൈഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സോയിൽ ലൈക്ക് ഹില്ലി ഏരിയാസ് അവേ ഫ്രം സീ ഒക്കെ ആകുമ്പോഴത്തേനും ഈ അയോഡിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ അയോഡൈസ്ഡ് സാൾട്ട് ഉപയോഗിക്കും. പക്ഷെ അങ്ങനെ അതുകൊണ്ടൊന്നും ഓവർകം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഹില്ലി ഏരിയാസിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ആളുണ്ടാവുന്ന തൈറോയിഡ്സ്, അതിനാണ് നമ്മൾ ആ ഒരു സെലക്റ്റഡ് ഏരിയയിൽ ഉണ്ടാകുന്നതിനാണ് എൻഡമിക് ഗോയിറ്റർ എന്ന് പറയും. ഒരു സെലക്റ്റഡ് ഏരിയയിൽ ഉണ്ടാകുന്ന എല്ലാവർക്കും ഒരുപോലെ വരുന്നൊരു ഡിസീസ് ആകുമ്പോഴത്തേക്കും നമ്മളതിന് എൻഡമിക് ഡിസീസ് എന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ എൻഡമിക് ടൈഫസ് ആ ഒരു ഏരിയയിൽ കാണുന്നതിന്, അപ്പോൾ അങ്ങനത്തെ ആ ഒരു ലൊക്കാലിറ്റീനെ സെലക്ട് ചെയ്യുന്നതാണ് എൻഡമിക് ആയിട്ടുള്ള ഗോയിറ്റർ. പിന്നെ വരുന്നത് കൊളോയിഡ് ഗോയിറ്റർ. കൊളോയിഡിൻ്റെ എക്സസ് ആയിട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ് അതിനെ കൊളോയിഡ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് മിയർ സ്വെല്ലിംഗ് ഓഫ് ദ ഗ്ലാൻഡ്. ഇതാണ് കൊളോയിഡ് ഗോയിറ്റർ. ഡിഫ്യൂസ് നോൺ ടോക്സിക് അതല്ലെങ്കിൽ സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയും. നോൺ ടോക്സിക് അതല്ലെങ്കിൽ സിമ്പിൾ ഗോയിറ്റർ. അത് സിമ്പിൾ ഗോയിറ്റർ ആണ്, അതിനകത്ത് വേറെ ഇതൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിന് പറയുന്നതാണ് സിമ്പിൾ ഗോയിറ്റർ. Insufficient iodine which is present in the soil for the foodstuffs to contain even this minute quantity. Therefore, in days before iodized table salt, many people who lived in these areas developed extremely large thyroid gland called endemic goiters.
ദ ലാക്ക് ഓഫ് അയഡിൻ പ്രിവെൻറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് ബോത്ത് തൈറോക്സിൻ ആൻഡ് ട്രൈ അയോഡോതൈറോയിൻ. എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെ ഒരു അയോഡിൻ ഡെഫിഷ്യൻസി ഉള്ള ആളിൽ തൈറോയിഡ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ തൈറോയിഡിനകത്തുണ്ടാകുന്ന ഈ ഗോയിറ്റർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെ സ്വെല്ലിങ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ മെക്കാനിസം. അതായത് ലാക്ക് ഓഫ് അയഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് എന്തായിരിക്കും, തൈറോയിഡിൻ T4 ഉം T3 ലെവലും കുറവും. As a result, no hormone is available to inhibit the production of TSH by the anterior pituitary, which causes the pituitary to secrete excessively large quantities of TSH. അപ്പോൾ നമ്മുടെ ബോഡീനകത്ത് നമുക്ക് T3 T4 ഉണ്ടാക്കാനുള്ള അയഡിൻ എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, കൂടുതൽ TSH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ TSH കൂടുതലായിട്ട് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സസ് പ്രൊഡക്ഷൻ ഓഫ് TSH. അപ്പോൾ ഫസ്റ്റ് അവിടെ അയോഡിൻ ഡെഫിഷ്യൻസി. അപ്പോൾ അയോഡിൻ ഡെഫിഷ്യൻസി ഫോളോഡ് ബൈ റെഡ്യൂസ്ഡ് എമൗണ്ട് ഓഫ് T3 ആൻഡ് T4 ഇൻ അവർ ബ്ലഡ്. അപ്പോൾ T4 ഉം T3 കുറയുമ്പോൾ തന്നെ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാരെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റിമുലേറ്റ് ആവുന്നതായിരിക്കും TSH. അപ്പോൾ TSHൻ്റെ സെക്രീഷൻ എക്സസ് ആയിട്ടുണ്ട്, secrete excessively large quantities of TSH. The TSH then stimulates the thyroid cell to secrete tremendous amount of thyroglobulin colloid into the follicles. നമ്മൾ പറഞ്ഞു ഇത് ഫോളിക്കിൾസിൽ നിന്ന് സെല്ലിലോട്ട് പോയിട്ടാണ് ഇതിനെ ക്ലീവ് ചെയ്തെടുക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കൊളോയിഡ്സിനെ അങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കും. ദെൻ ദ ഗ്ലാൻഡ് ഗ്രോസ് ലാർജ്. അങ്ങനെ കൊളോയിഡ്സ് വന്ന് സെല്ലിൽ ഇങ്ങനെ ഫില്ല് ചെയ്യും. And then the gland grows larger and larger. The follicles become tremendous in size and the thyroid gland may increase to 10 to 20 times in normal size. നോർമൽ സൈസിനേക്കാൾ 10-20 ഇരട്ടി വരെ ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു ഹൈപ്പോ തൈറോയിഡ് സ്റ്റേജിനകത്ത് നമുക്ക് അയോഡിൻ്റെ ചിലപ്പോൾ ഒരു കാരണം എന്താവാം, അയോഡിൻ ഡെഫിഷ്യൻസി ആവാം. അപ്പോൾ അവരുടെ സോയിൽ ഡെഫിഷ്യൻ്റ് ആവുന്ന കണ്ടീഷൻ, എൻഡമിക് കണ്ടീഷൻസ്. അപ്പോൾ അയോഡിൻ ഡെഫിഷ്യൻ്റ് ആവുന്നു, T3 T4 ലെവൽ കുറയുന്നു, അതേ സമയത്ത് TSHൻ്റെ ലെവൽ കൂടുന്നു. TSH നേരെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഫോളിക്കിൾസിനകത്തേക്ക് കൊളോയിഡ്സിനെ സെൽസിലോട്ട് കൂടുതലായിട്ട് പുഷ് ചെയ്യും. ആ കൊളോയിഡ്സിൻ്റെ അതുകൊണ്ട് തന്നെ ഫോളിക്കിൾസിൻ്റെ സൈസൊക്കെ ലാർജ് സൈസായിട്ട് മൊത്തത്തിൽ ആ ഗ്ലാൻഡ് തന്നെ എൻലാർജസ് ബൈ 10 to 12 times, 10 to 20 times വരെ അതിൻ്റെ നോർമൽ സൈസിനേക്കാൾ അത് എൻലാർജ് ചെയ്യും. അങ്ങനെയാണ് ഗോയിറ്റർ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദ ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈപ്പോതൈറോയിഡിസം. വെദർ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനും എളുപ്പമാണ്. നമ്മൾ ഹൈപ്പറിന് പറഞ്ഞതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. വെദർ ഹൈപ്പോതൈറോയിഡിസം ഈസ് ഡ്യൂ ടു തൈറോയിഡൈറ്റിസ്, എൻഡമിക് കൊളോയിഡ് ഗോയിറ്റർ, അല്ലെങ്കിൽ ഇഡിയോപ്പതിക് കൊളോയിഡ് ഗോയിറ്റർ. എന്താണ് ഇഡിയോപ്പതിക് കൊളോയിഡ് ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ചൊരു നോൺ കോസ് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇഡിയോപ്പതിക് കൊളോയിഡ് ഗോയിറ്റർ. ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ബൈ റേഡിയേഷനൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സർജിക്കൽ റിമൂവൽ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ദ ഫിസിയോളജിക്കൽ എഫക്ട്സ് ആർ ദ സെയിം. എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകും? മറ്റടുത്ത് എക്സൈറ്റബിലിറ്റി ആണെങ്കിൽ ഇവിടെ എന്താണ്, മസിലിന് ഭയങ്കര വീക്ക്നെസ് ആയിരിക്കും, പിന്നെ ഭയങ്കര ഡ്രൗസിനെസ്, ഭയങ്കര സ്ലീപ്പി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഫറ്റീഗ്, എക്സ്ട്രീം സോംനലൻസ് വിത്ത് പേഴ്സൺ സ്ലീപ്പിംഗ് അപ് ടു 12 to 14 hours എ ഡേ ടൈമിൽ ഇങ്ങനെ സ്ലീപ്പ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞതാണ്. ദെൻ എക്സ്ട്രീം മസ്കുലർ സ്ലഗിഷ്നെസ്, എസ്പെഷ്യലി ഏത് ജെർക്കാണ്, ആംഗിൾ ജെർക്കാണ് കുറയുന്നത്. Then a slowed heart rate, decreased cardiac output, decreased blood volume. ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ആർക്കും എഴുതാവുന്നേ ഉള്ളൂ, ലോജിക്ക് വെച്ച് എഴുതാം. ആൻഡ് സംടൈംസ് ഇൻക്രീസ്ഡ് ബോഡി വെയിറ്റ്, കാരണം ഫാറ്റിൻ്റെ മൊബിലൈസേഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ വെച്ചാൽ ബവൽ മൂവ്മെൻറ്റ്സ് കുറയും. ദെൻ മെൻസ്ട്രൽ സ്ലഗിഷ്നെസ്, മെൻസസ് മെനറേജിയ ആയിരിക്കും, മെനറേജിയ ഇൻ കേസ് ഓഫ് ഹൈപ്പോതൈറോയിഡിസം ആൻഡ് അമിനോറിയ ഇൻ കേസ് ഓഫ് ഹൈപ്പോയിൽ മെനറേജിയ. Then failure of many trophic function in the body as evidenced by depressed growth of hair and scaliness of skin, development of frog-like skin, husky voice, etc. അപ്പോൾ നമ്മുടെ മറ്റ് ഹോർമോൺസിനെല്ലാം ആക്ഷൻ ഉണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് ഉണ്ട്. സ്കിന്നിൽ ഭയങ്കര സ്കെയിലി, ഒരു റഫ് സ്കിന്നിൻ്റെ അപ്പിയറൻസ് ഉണ്ട്, സ്കിന്നിനൊരു സ്കെയിലി ആവുക. ഇപ്പോൾ സ്കിന്നൊക്കെ ഡ്രൈ ആകുമ്പോൾ തന്നെ ഹെയർ ഫോൾ ഉണ്ടാവും. ഇപ്പോൾ ലോസ് ഓഫ് ഹെയർ, പിന്നെ ഫ്രോഗ് ലൈക്ക് സ്കിൻ ആണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രോഗ് ലൈക്ക് സ്കിൻ, ടോട്ട് ലൈക്ക് സ്കിൻ, പിന്നെ ഒരു ഹസ്കി ഒരു വോയിസിലുണ്ടാകുന്ന ചേഞ്ചസ്. അത് ഈ ലാരിങ്സിൽ ഉണ്ടാകുന്ന ഇതുകൊണ്ടാണ്, ഇതിൻ്റെ വെയിറ്റൊക്കെ കാരണം ഈ ലാരിങ്സൊക്കെ പ്രഷർ ഉണ്ടാകുമ്പോൾ ഹസ്കി വോയിസ് ഉണ്ടാകും. നമ്മുടെ ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോക്കൽ കോഡിലൊക്കെ കംപ്രഷൻ കൊണ്ടാണ് നമുക്ക് ഈ ഹസ്കി വോയിസ് ഉണ്ടാകുന്നത്. ഇൻ സിവിയർ കേസസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എഡിമാറ്റസ് അപ്പിയറൻസ് ത്രൂ ഔട്ട് ദ ബോഡി കോൾഡ് മിക്സഡിമ. ഈ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഒരു ഇഡിമാറ്റസ് പ്രസൻറ്റേഷനാണ് മിക്സഡിമ എന്ന് പറയുന്നത്. മിക്സഡിമ കാണുന്നത് കൂടുതലായിട്ട് ലോവർ ലിംസിലാണ്. അപ്പോൾ ഇഡിമ ഇതൊരു ഇഡിമയാണ്. ഇഡിമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലൂയിഡ് കളക്ട്, എക്സസീവായിട്ട് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇഡിമ. അപ്പോൾ മിക്സഡിമയിൽ എന്താ സംഭവിക്കുന്നത്, അതൊരു നോൺ പിറ്റിംഗ് ഇഡിമയാണ്. നോൺ പിറ്റിംഗ് ഇഡിമ, 2 ടൈപ്പ് ഇഡിമയുണ്ട്. നമ്മളിങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അവിടെ പിറ്റ് പോലെ ഒരു കുഴി വരുന്ന ഇഡിമ ഉണ്ട്, അതാണ്. ഇപ്പോൾ അതിന് പിറ്റിംഗ് ഇഡിമ എന്ന് പറയും. നോൺ പിറ്റിംഗ് ഇഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുഴി വരില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. അത് നോൺ പിറ്റിംഗ് ടൈപ്പ് ഓഫ് ഇഡിമയാണ് മിക്സഡിമ. മിക്സഡിമ മാത്രം ഷോർട്ട് നോട്ട് ചോദിക്കാം.
Myxedema develops in persons who have almost total lack of thyroid hormone function. In this condition, ഇതിൻ്റെ എക്സാക്ട് പതോളജി ആരും കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ ഒരു തിയറിയാണ്. എ ഗ്രേറ്റ്ലി ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഹൈലോറിനിക് ആസിഡ് ആൻഡ് chondroitin sulfate bound with the protein form excessive tissue gel in the interstitial space, which causes the total quantity ഓഫ് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ടു ഇൻക്രീസ്. ഇതിന് ജെല്ല് ലൈക്ക് ആയിട്ടുള്ള ഒരു സാധനം ഇതിങ്ങനെ എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് കളക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ സ്വെല്ലിംഗ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ജെല്ലിന് കൊണ്ടുള്ള തന്നെ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ നോൺ പിറ്റിംഗ് ടൈപ്പ് ഓഫ് ഇഡിമയാണ് മിക്സഡിമ. അത് ഈ ടിബിയയുടെ ഫ്രണ്ട് പോർഷനിലാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുണ്ടല്ലോ, ഇതാണ് മിക്സഡിമ. അപ്പോൾ മിക്സഡിമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫീച്ചർ ഓഫ് ഹൈപ്പോതൈറോയിഡിസം, നോൺ പിറ്റിംഗ് ടൈപ്പ് ഓഫ് ഇഡിമ. അതിനകത്ത് പതോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സാധനം ഓർക്കുക, ഹൈലോറോണിക് ആസിഡ് ആൻഡ് കോൺട്രോയിറ്റിൻ സൾഫേറ്റ്. ഈ രണ്ട് സാധനം എക്സസ് ആയിട്ട് പ്രോട്ടീൻ ബൗണ്ട് വിത്ത് പ്രോട്ടീൻ ടു ഫോം ആയി, അത് പ്രോട്ടീനോട് ബൈൻഡ് ചെയ്തിട്ട് അതൊരു ജെല്ല് പോലത്തെ ഒരു സാധനം ടിഷ്യൂ സ്പേസിൽ നിൽക്കും. അങ്ങനെയാണ് ഇത് നമുക്കൊരു മിക്സഡിമ ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തത് മിക്സഡിമ വരുന്നത് അഡൽട്സിലാണ്. ക്രെട്ടിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പോതൈറോയിഡിസം ഡെവലപ്പിംഗ് കുട്ടികളുണ്ടാകുന്നതാണ്. അന്നപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, ക്രെട്ടിനിസം. അങ്ങനത്തെ കുട്ടീനെ നമ്മൾ ക്രെറ്റിൻ എന്ന് പറയും. ക്രെട്ടിനിസം ഈസ് കോസ്ഡ് ബൈ എക്സ്ട്രീം ഹൈപ്പോതൈറോയിഡിസം ഡ്യൂറിങ് ഫീറ്റൽ ലൈഫ്, ഇൻഫൻസി ഓർ ചൈൽഡ്ഹുഡ്. അഡൽട്ട്ഹുഡിലാണ് മറ്റ് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ പ്രസൻറ്റേഷൻ, ലൈക്ക് കൊളോയിഡ് ഗോയിറ്ററും മറ്റ് ഗോയിറ്റേഴ്സ് പറഞ്ഞു. അതേപോലെ തന്നെ പറഞ്ഞു മിക്സഡിമ. This condition is characterized especially by the failure of body growth and by mental retardation. ഇതാണ് ഞാൻ പറഞ്ഞത് ക്രെറ്റിനും ഡ്വാർഫും തമ്മിലുള്ള ഡിഫറൻസ്. ക്രെറ്റിനെ സംബന്ധിച്ച് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും, പക്ഷേ ഡ്വാർഫിനെ സംബന്ധിച്ച് മെൻ്റൽ റിട്ടാർഡേഷൻ ഇല്ല. ഇറ്റ് റിസൾട്ട് ഫ്രം കൺജനൈറ്റൽ ലാക്ക് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അതല്ലെങ്കിൽ കൺജനൈറ്റലായിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് ഡെഫിഷ്യൻ്റ് ആവാം. അതല്ലെങ്കിൽ ഫ്രം ഫെയിലിയർ ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് തൈറോയ്ഡ് ഹോർമോൺ ബിക്കോസ് ഓഫ് ജെനറ്റിക് ഡിഫക്റ്റ് ഓഫ് ദ ഗ്ലാൻഡ് ഓർ ദ ലാക്ക് ഓഫ് അയോഡിൻ ഇൻ ദ ഡയറ്റ്. അപ്പോൾ ചിലപ്പോൾ ജനറ്റിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ജീനായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, നമ്മൾ ജനറ്റിക് ഡിഫക്ട്സ് അല്ലെങ്കിൽ എൻസൈമിൻ്റെ ഡിഫക്റ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കോഴ്സ് കൊണ്ട് തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ. പിന്നെ എൻഡമിക് ക്രെറ്റിനിസം, അതൊരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ അയോഡൈഡ് ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ അവരിലുണ്ടാകുന്ന കുട്ടികളിലും ഈ ഡെഫിഷ്യൻസി കാണിക്കുന്നതിനാണ് എൻഡമിക് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. എ ഫ്യൂ വീക്സ് ആഫ്റ്റർ ബർത്ത് ഹവർ ദ neonate develops movements sluggish ആവാം and both physical and mental growth begins to be greatly retarded. Unless cretinism is treated within a few weeks or after birth, the mental growth remains permanently retarded. അത് നമുക്ക് വേണമെങ്കിൽ അത് ഉടനെ തന്നെ ബർത്തിൻ്റെ സമയത്ത് തന്നെ തൈറോയ്ഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽസ് കുറവാണെങ്കിൽ നമുക്ക് തൈറോക്സിൻ സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് സേവ് ചെയ്യാം. അതല്ലെങ്കിൽ എന്തായിരിക്കും, പെർമനൻ്റ് ആയിട്ട് ഒരു മെൻ്റൽ റിട്ടാർഡഡ് ചൈൽഡായിട്ട് വരും. The skeletal growth in a child with cretinism is characteristically more inhibited than in soft tissue growth. അപ്പോൾ സ്കെലറ്റൽ ഗ്രോത്ത് ആണ് കൂടുതലായിട്ട് ഇവരിൽ കുറവ് കമ്പയർ ടു ദെയർ വിസറൽ ഗ്രോത്ത്. അതായത് ഇപ്പോൾ ഓർഗൻസിലേക്ക് കിഡ്നി, ഹാർട്ടൊക്കെ അത് കമ്പാരിറ്റീവ്ലി മറ്റൊരു ഇതിനെ പോലെ തന്നെ ഉണ്ടെങ്കിൽ പോലും അവരുടെ സ്കെലറ്റൽ ഗ്രോത്ത് അപ്പോൾ ഷോർട്ട് സ്റ്റാച്ചേർഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അപ്പോൾ ഷോർട്ട് സ്റ്റാച്ചേർഡ് പേഴ്സൺസും നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആണെങ്കിൽ എന്ത് ചെയ്ത് ഇങ്ങനെ ബൾക്ക് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ പ്രൊട്ടോഡ് ആയിട്ടുള്ള ഒരു അബ്ഡമിനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് disappropriate rate of growth, the soft tissue are likely to enlarge excessively, giving the child with cretinism an obese, stocky and short appearance. ഇതാണ് appearance of cretin എന്ന് പറഞ്ഞാൽ ഒബീസ് ആയിരിക്കും, സ്റ്റോക്കി ആൻഡ് എ ഷോർട്ട് അപ്പിയറൻസ്. പക്ഷേ നമ്മൾ ഡ്വാർഫിനെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു ഡിസ്അപ്രോപ്രിയേറ്റ് ഗ്രോത്ത് അല്ല, അവിടെ എന്താണ് അപ്രോപ്രിയേറ്റ് ഗ്രോത്ത് ആണ്. എന്നുവെച്ചാൽ കൈക്ക് അനുസരിച്ച് അതേ വലുപ്പം തന്നെ കാലിന് എല്ലാത്തിനും മൊത്തം ബോഡി അപ്രോപ്രിയേറ്റ് ആണ് സൈസ്. പക്ഷേ സ്റ്റാച്ചർ എന്ന് പറയുന്നത് ഷോർട്ട് ആവുന്നത്. ഇവരിൽ അത് ഡിസ്അപ്രോപ്രിയേറ്റ് ആണ്. അതായത് ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം തന്നെ വലുതായിരിക്കാം, അതിൽ കമ്പാരിറ്റീവ്ലി സ്കെലറ്റൽ ഗ്രോത്ത് കുറവായിരിക്കും. ഒക്കേഷണലി ദ ടങ് ബിക്കം സോ ലാർജ് ഇൻ റിലേഷൻ ടു സ്കെലറ്റൽ ഗ്രോത്തിന് ടങ് ഇതുകൊണ്ട് തന്നെ വളരെ വലുതായിരിക്കും. ഇപ്പോൾ ക്രെറ്റിനായിട്ടുള്ള കുട്ടീൻ്റെ ടങ് ഒത്തിരി വലുതായതുകൊണ്ട് ചിലപ്പോൾ ഇതുകൊണ്ട് ഒബ്സ്ട്രക്ഷൻ വരെ സംഭവിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഈ കുട്ടിയുടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അബ്ഡമിനൊക്കെ പ്രൊട്ടൂഡാണ്, ടങ് കണ്ടില്ല ഒരു അബ്നോർമലി ലാർജ് സൈസ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ അപ്ലൈഡ് ഫിസിയോളജി ഓഫ് തൈറോയിഡും അതിൻ്റെ റെഗുലേഷൻ. തൈറോയിഡ് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ ആണ്. അപ്പോൾ അതിനെ ഫസ്റ്റ് തൊട്ട് പഠിക്കുക, അതിൻ്റെ സിന്തസിസ്, പിന്നെ അതിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്, പിന്നെ അതിൻ്റെ സെക്രീഷൻസ്, പിന്നെ അതിൻ്റെ റെഗുലേഷൻ ഓഫ് സെക്രീഷൻ ആൻഡ് ഫോളോഡ് ബൈ അപ്ലൈഡ് ഫിസിയോളജി. ഇതാണ് ഒരു എസ്സേ ആയിട്ട് എപ്പോഴും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.